എന്താണ് അഭിനയം, അതെങ്ങനെ പരിശീലിക്കാൻ പറ്റും എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അഭിനയം പഠിക്കാൻ പറ്റും എന്ന ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നൻ മുളഞ്ഞൂർ, തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം അഭിനയം എന്നാൽ എന്താണ്, അതെങ്ങനെ പരിശീലിക്കാം എന്നതിനെക്കുറിച്ചാണ്. അഭിനയം എന്ന് പറയുന്നത് കുറച്ച് വാക്കുകൾ കൊണ്ട് പറഞ്ഞു നിർത്താവുന്നതല്ല. ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിലും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അഭിനയം എന്നാൽ എന്ത് എന്ന് ഞാൻ പറയാം. നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സംഭവം നിങ്ങളുടെ തലച്ചോറിനകത്ത് ചിന്തകളായി രൂപപ്പെടുന്നുണ്ടോ? ചിന്തകളായി രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ ചിന്തകളെ വികാരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ വികാരങ്ങളെ നിങ്ങളുടെ തൊലിപ്പുറത്ത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ അഭിനയം എന്ന് പറയുന്നത്. ക്ലിക്കായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? ആ സംഭവം തലച്ചോറിനകത്ത് ചിന്തകളായി രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ വികാരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ വികാരത്തെ തൊലിപ്പുറത്ത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് യഥാർത്ഥത്തിൽ അഭിനയം എന്ന് പറയുന്നത്. ഇപ്പോഴും ക്ലിക്കായിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. ഇത് ക്ലിക്കാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കാം. അപ്പം നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഇവിടേക്ക് തന്നെ ശ്രദ്ധിക്കണം. ഒരു അഭിനേതാവ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഇവിടെ പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഉദാഹരണത്തിലേക്ക് പോവാം. നല്ല തണുപ്പുള്ള കുളിര് കോരുന്ന ഒരു മകരമാസത്തിലെ രാത്രിയിൽ, മകരത്തിൽ മരം കോച്ചെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്, അതുപോലെ മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രി 12-നും 1 മണിക്കും ഇടയിൽ ഒരു പാണ്ടി ലോറിയുടെ സൈഡിലിരുന്ന് നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ഒരു ചുവന്ന സെക്ടർ ഇട്ടിട്ടുണ്ട്, തലയിലൊരു മങ്കി തൊപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ മടിയിലൊരു യാത്രാ ബാഗ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും മകരത്തിൽ മരം കോച്ചുന്ന തണുപ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പാണ്ടി ലോറി കണ്ടിട്ടുണ്ട്, ചുവന്ന സെക്ടർ കണ്ടിട്ടുണ്ട്, മങ്കി തൊപ്പി കണ്ടിട്ടുണ്ട്, യാത്രാ ബാഗ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പാണ്ടി ലോറിയിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? 1 മിനിറ്റ് ആലോചിച്ച് ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തോട് നമുക്കൊന്ന് സിങ്ക് ചെയ്യാം. ഈ ഉദാഹരണം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? അതാണ് മകരത്തിലെ മഞ്ഞും രാത്രിയിൽ പാണ്ടിലോറിയും സെക്ടറും തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. ആ സംഭവം നമ്മുടെ തലച്ചോറിനകത്ത് ചിന്തകളായി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ഉദാഹരണത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ. ഇവിടെ പാണ്ടിലോറിയുടെ സൈഡ് സീറ്റിലിരുന്ന് രാത്രി യാത്ര ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. മകരത്തിൽ മരം കോച്ചെന്നല്ലേ പറയുന്നത്, നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ തണുക്കുമ്പോൾ നിങ്ങൾ പാണ്ടിലോറിയുടെ ജനൽ ഗ്ലാസ് അടയ്ക്കും. പിന്നെ ഒരു പുതപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതുകൊണ്ട് മൂടി പുതയ്ക്കും. എന്നിട്ടും തണുപ്പ് നിൽക്കുന്നില്ലെങ്കിൽ കൈ ഇങ്ങനെ പിണച്ച് കെട്ടി എന്ന് പറയും. അങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് നമ്മൾ യാത്ര ചെയ്യണം. ഇപ്പോൾ ആ സംഭവത്തെ പാണ്ടിലോറിയും മകരത്തിലെ മഞ്ഞും അത്തരം സംഭവത്തെ നിങ്ങൾക്ക് ചിന്തകളായി രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ട്. പാണ്ടിലോറിയുടെ സൈഡിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പും ആ തണുപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചിന്തയായി രൂപപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. ആ ചിന്ത വികാരങ്ങളായി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടാവണം. ആ തണുപ്പ് നമ്മുടെ തലച്ചോറിനകത്തേക്ക്, മനസ്സിനകത്തേക്ക് ആ തണുപ്പിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ തണുപ്പ് എന്ന വികാരം നമ്മുടെ തലച്ചോറിനും മനസ്സിനുമകത്ത് ഉണ്ടാവുന്നുണ്ട്. അത് നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ ആ വികാരത്തെ തൊലിപ്പുറത്ത് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ തണുപ്പ്, മകരത്തിൽ മരം കോച്ചുന്ന തണുപ്പ് ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവണം. ഒരുപക്ഷെ ചിലർക്ക് സംശയമുണ്ടാവും, അങ്ങനെ അനുഭവിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയോ ഇല്ലേ എന്ന് സംശയമുള്ളവർക്ക് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. മമ്മൂട്ടിയും വിജയരാഘവനും ചേർന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. കണ്ടോളൂ. സിനിമയില് ഒരു ആസ് ആൻ ആക്ടർ രീതി നിൽക്കണമെങ്കിൽ അത് നല്ല അധ്വാനം ഉണ്ടായാലും പിന്നെ നല്ല അതിന് ശ്രമം ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് സംഭവിക്കല്ല, ബാക്കിയുള്ള സാധാരണ മനുഷ്യരുടെ തലച്ചോറ് സംഭവിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ തലച്ചോറ് സംഭവിക്കുന്നുണ്ട്. ശരീരത്തിൽ സംഭവിക്കും. ബി പി കൂടെ നമ്മുടെ അഡ്രിനൽ പ്രവർത്തിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ രോമമൊക്കെ എഴുന്നേക്കും, വേർക്കും. എന്ന് വെച്ചാൽ എല്ലാ ഞാനൊരു ഗ്ലിസറിനിട്ട് അഭിനയിച്ചിട്ട് 25 കൊല്ലമായി. ഈ അഭിമുഖം കണ്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു അഭിനയിക്കുന്ന സമയത്ത് ഒരു അഭിനേതാവിൻ്റെ തലച്ചോറിനകത്തും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ കിടക്കാം. മകരമാസത്തിലെ തണുപ്പുള്ള രാത്രിയിൽ പാണ്ടിലോറിയുടെ സൈഡിലിരുന്ന് യാത്ര ചെയ്ത് നമ്മളങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന നമ്മുടെ വീടിനടുത്തുള്ള കവലയിൽ പാണ്ടിലോറി നിർത്തി. നമ്മൾ ആ പാണ്ടിലോറിയുടെ ഗ്ലാസ്സിനുള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു തട്ടുകടയാണ്. ആ തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചിതല് രാഘവനെ നമ്മൾ കണ്ടു. നമ്മുടെ തലച്ചോറിനകത്തൊരു വെള്ളിയിടി പൊട്ടി. രാഘവൻ, നമ്മുടെ തണുപ്പ് പമ്പ കടന്നു. ഇപ്പം നമ്മുടെ ചിന്ത വെറുപ്പാണ്, പകയാണ്, പ്രതികാരമാണ്. കാരണം നമ്മുടെ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി ജയിലിൽ പോയ ആളാണ് ഈ ചിതല് രാഘവൻ. ആ രാഘവൻ ഇന്ന് ജാമ്യം കിട്ടിയ ദിവസമാണ്. ഇന്ന് തന്നെ നമ്മൾ അവനെ കണ്ടുമുട്ടി. അപ്പോൾ നമ്മുടെ വികാരം എന്തായിരിക്കും? ചിന്ത വെറുപ്പാണെങ്കിൽ നമ്മുടെ വികാരം വെറുപ്പായിരിക്കും. പ്രതികാരമാണ്, വെറുപ്പാണ്, പ്രതികാരമാണ്, പകയാണ് നമ്മുടെ ചിന്ത. നമ്മുടെ വികാരവും അതായിരിക്കും. അപ്പം നമ്മുടെ തൊലിപ്പുറത്ത് എന്തനുഭവപ്പെടും? തൊലിപ്പുറത്ത് മമ്മൂട്ടി പറഞ്ഞതുപോലെ BP കൂടും. വിജയരാഘവൻ പറഞ്ഞതുപോലെ രോമങ്ങൾ നീട്ടി നിൽക്കും. ദേഷ്യം വരുമ്പോൾ രോമങ്ങൾ നീട്ടി നിൽക്കും. നമ്മുടെ മുഖത്തെ പേശികൾ, ശരീരത്തിലെ കൈകാലുകളിലെ പേശികൾ വലിഞ്ഞു മുറുകും. നമ്മൾ
പകയുടെ തീക്കനലാവും, മുഖം വികൃതമാവും, മുഖം ക്രൂരമാവും. ഇത് നമ്മുടെ തൊലിപ്പുറത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകൻ ശ്വാസം അടക്കി പിടിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ തൊലിപ്പുറത്ത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിജയരാഘവൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശ്രമം വേണം, നിരന്തരം പ്രാക്ടീസ് വേണം. അപ്പോഴേ നമുക്കിത് കിട്ടുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മുടെ തൊലിപ്പുറത്ത് വികാരങ്ങൾ അനുഭവപ്പെടില്ല. അത് നിരന്തരം ശ്രമം വേണം, നിരന്തരം പ്രാക്ടീസ് വേണം. അതിനുവേണ്ടി നമ്മളെ അർപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ നല്ലൊരു അഭിനേതാവുള്ളൂ. നമ്മുടെ ചിന്തകൾ വികാരങ്ങളായി രൂപപ്പെടുള്ളൂ, വികാരങ്ങൾ തൊലിപ്പുറത്ത് അനുഭവിക്കാനായി കഴിയുള്ളൂ. അങ്ങനെ അനുഭവിക്കാൻ കഴിയാനായിട്ട് ഞാനൊരു എക്സസൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ എക്സസൈസ് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ട് ഫലം കിട്ടില്ല. ഇതും നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. പല നടന്മാരും നിരന്തരം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന നടന്മാരെ കുറിച്ച്. അതുപോലെ ഇതും നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന നടന്മാരുണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. അതായത് ഒരു ഏകാന്തമായ സ്ഥലത്ത്, ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ ഏകാന്ത സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് അതിരാവിലെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് നമ്മളതിൽ ചന്ദനപ്പൊടി ഇട്ടിരിക്കുക. ചന്ദനപ്പൊടി ഇട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ചെയറിലിരിക്കുക. നട്ടെല്ല് വളയരുത്, നട്ടെല്ല് നിവർത്തിയിരിക്കണം. അങ്ങനെ ചന്ദനപ്പൊടിയിട്ടോ ചെയറിലോ ഇരിക്കുന്ന നമ്മുടെ ശ്വാസം ഒരു ദീർഘനിശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. എത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിലേക്ക് വലിക്കുക. എന്നിട്ട് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി നമ്മുടെ ശ്വാസത്തിലേക്കായിരിക്കണം. അങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നത്, വിടരുന്നത് നമുക്ക് കാണാൻ കഴിയണം. നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശം ചുരുങ്ങി വരുന്നതും നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ 6 7 തവണ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുകയും നമ്മൾ ആ ശ്വാസത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു കടലാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ കടലിൽ നിന്നും തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്നുണ്ട്, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കടൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കടലിൻ്റെ മറുതറ്റത്തുനിന്ന് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സൂര്യബിംബം പതുക്കെ കടലിൽ നിന്നും പൊന്തി വന്ന് ഇപ്പോൾ അത് കടലിൻ്റെ മുകളിൽ പൂർണ്ണമായും വട്ടത്തിൽ വൃത്താകൃതിയിൽ നിൽക്കുകയാണ്. ആ സൂര്യൻ്റെ കുങ്കുമ കിരണങ്ങൾ ആ കടലിൽ ഒരു ചുവന്ന ചെഞ്ചായം വിതറി. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തിരമാലകൾക്ക് കുങ്കുമ കളറാണ്, കടലിനും കുങ്കുമ കളറാണ്. ആഞ്ഞടിച്ചു വന്ന തിരമാല കരയ്ക്കെത്തി തിരിച്ചു പോകുമ്പോൾ ആ നനഞ്ഞ മണലിനും കുങ്കുമ കളറാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിനുള്ളിൽ നിന്ന് എവിടുന്നോ ഒരു ഇളം കാറ്റ് വന്ന് നമ്മുടെ മുടിയിഴകളെ പറത്തിക്കൊണ്ട് കടന്നുപോയി. ആ മുടിയിഴകൾ പറത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ആ ഇളം കാറ്റിൻ്റെ ഇളം തണുപ്പ് നമ്മുടെ തലച്ചോറിനകത്ത്, മനസ്സിനകത്ത് കുളിർമഴ പെയ്യിച്ചിട്ടുണ്ട്. ഒരു കുളിര് പെയ്യുന്ന അനുഭൂതി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഇളം തണുപ്പ് നമ്മൾ ആസ്വദിക്കുകയാണിപ്പോൾ. ആ കാറ്റിൻ്റെ ഇളം തലോടൽ, ഇളം തണുപ്പ് നമ്മൾക്കിപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ ഇളം തണുപ്പ് നമ്മുടെ തലച്ചോറിൽ മുഴുവനും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ ഇളം തണുപ്പ് പതുക്കെ നമ്മുടെ കഴുത്തിലേക്ക്, നമ്മുടെ ഷോൾഡറിലേക്ക്,
നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ വിരലുകളിലേക്ക് പതുക്കെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇളം തണുപ്പ് നമ്മുടെ നെഞ്ചിലേക്ക്, നെഞ്ച് കടന്ന് വയറിലേക്ക്, അടിവയറിലേക്ക്, അരക്കെട്ടിലേക്ക്, തുടകളിലേക്ക്, കണങ്കാലിലേക്ക്, പാദത്തിലേക്ക്, പിന്നെ പതുക്കെ പതുക്കെ കാൽവിരലുകളിലേക്ക് ആ ഇളം തണുപ്പ് ഒഴുകിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് അനുഭവിക്കുന്നുണ്ട്, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളു മുഴുവൻ ആ ഇളം കാറ്റിൻ്റെ ഇളം തണുപ്പാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ആ ഇളം തണുപ്പ് നിറഞ്ഞുകൊണ്ടുവരുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ആ ഇളം തണുപ്പ് നിറഞ്ഞൊഴുകുകയാണിപ്പോൾ. ഇപ്പോൾ ആ തണുപ്പ് നമുക്ക് നമ്മുടെ തൊലിപ്പുറത്ത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആ തണുപ്പ് നമ്മുടെ തൊലിപ്പുറത്ത് നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ തണുപ്പ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോൾ നമ്മളൊരു ദീർഘനിശ്വാസം ഇട്ടിരിക്കുന്നു. ശ്വാസകോശം വിടർന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ശ്വാസം നമ്മൾ പതുക്കെ പുറത്തേക്ക് വിടുകയാണ്. ശ്വാസകോശം ചുരുങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു 5 or 6 തവണ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസം വലിക്കുകയും ശ്വാസം പതുക്കെ വിടുകയും ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ റിലാക്സായി വരികയാണിപ്പോൾ. നമ്മുടെ കൈ രണ്ടും കൂട്ടിത്തിരുമ്പി നമ്മൾ കൺപോളകളിൽ വയ്ക്കുന്നു. ആ ഇളം ചൂട് നമ്മുടെ കൺപോളകളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ പതുക്കെ കണ്ണു തുറക്കുന്നു. പതുക്കെ കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തെ നമ്മൾ ആസ്വദിച്ചു നോക്കുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളെ വികാരങ്ങളാക്കി ആ വികാരങ്ങളെ തൊലിപ്പുറത്ത് അനുഭവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ ചിന്തകൾ വികാരങ്ങളായി, ഈ വികാരങ്ങൾ നമുക്ക് തൊലിപ്പുറത്ത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ഒരു അഭിനേതാവായി എന്ന് ഉറപ്പിച്ചു പറയാം. ഇനിയും ഇതുപോലെ തന്നെ പല ഭാവങ്ങൾ, പല ചിന്തകൾ, പല വികാരങ്ങൾ എല്ലാം നിങ്ങൾ രൂപപ്പെടുത്തി ഇതേപോലെ ധ്യാനത്തിലിരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ തൊലിപ്പുറത്ത്, തലച്ചോറിൽ, മനസ്സിലുമൊക്കെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു കൊഴുകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. എങ്കിലേ ഞാനിടുന്ന ഇനിയുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ഭാഗം കാണുന്നവർ തൊട്ട് മുൻപിലുള്ള എപ്പിസോഡ് 1 കാണാനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണണം. അപ്പോഴാണ് ഈ എപ്പിസോഡും കൂടി നിങ്ങൾക്ക് സ്മൂത്ത് ആവുകയുള്ളൂ. ഇനിയുള്ള എപ്പിസോഡുകൾക്ക് എല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബൈ.